നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 3 മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി വഴന്ന് വരണം, അതുവരെ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിയുടെ മസാല ഒക്കെ ചെയ്യില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ് ഈ ഒരു മസാല നമ്മൾ ചെയ്തിട്ടുള്ളത്. ആദ്യം സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ മസാലക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമ്മൾ ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതിൽ 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി കുറച്ചൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കക്ക ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം കുറച്ചധികം ക്വാണ്ടിറ്റിയിലുണ്ട്, ഇത്രയും വേണമെന്നില്ല. പിന്നെ ഇത് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം മൊത്തം വാർത്ത് കളയേണ്ട ആവശ്യമില്ല. അതിലൊരു ടേസ്റ്റ് ഉണ്ടാവും, അത് കളയുമ്പോൾ ആ ടേസ്റ്റ് അങ്ങ് പോയി പോകും. അപ്പോൾ ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ ടൈമിൽ തന്നെ കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണൊക്കെ മതി. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും എരിവൊക്കെ നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അതായത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം, അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് അതിൽ പിടിക്കുക. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവിലാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ റെസിപ്പിയാണ്. ഇനി കക്ക ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.